കഴിഞ്ഞ വീഡിയോയിലിട്ട ആൻസർ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 1 3 4 ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ 26 ആണ്. 5 2 1 30 ആണ്. 3 6 2 49 1 2 7. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഓരോ ബോക്സിലുള്ള നമ്പേഴ്സിന് ഈ ഒരു മൂലക്കുള്ള നമ്പറിനോടൊരു ബന്ധമുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 3 എന്ന് പറയും. 3ഉം 4ഉം 1ഉം അതെങ്ങനെ 26 വരുന്നതെന്ന് വെച്ചാൽ 1ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ 1 തന്നെയാണ്. 3ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 ആണ്. 3 × 3 9 ആണ്. 4ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 ആണ്. അങ്ങനെ അത് 26 കിട്ടും. ഇവിടെ എത്തുമ്പോൾ 5ൻ്റെ സ്ക്വയർ 25 ആണ്. 2ൻ്റെ സ്ക്വയർ 4 ആണ്. പിന്നെ 1ഉം അത് 30 കിട്ടും. ഇനി ഇവിടെ എത്തുമ്പോൾ 3ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9, പിന്നെ 6ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 36, പിന്നെ അവിടെ ഉള്ളത് 2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4, 36 4 40 49. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ളത് 1ൻ്റെ സ്ക്വയർ 1, 7ൻ്റെ സ്ക്വയർ 49, 7 × 7 49, പിന്നെ 2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആണ് വരിക. 1 49 50 4 54. അപ്പോൾ 54 ആണ് ആൻസർ ഉണ്ടാവുക. ഇനി നമ്മുടെ ഇന്നത്തെ പസിൽ നോക്കാം. ഇന്നത്തെ പസിലിൽ 437 ഇതൊരു സർക്കിളുള്ള നമ്പറാണ്. 284 അപ്പോൾ ഇതും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അതേപോലെ തന്നെ 11 10 7 10 6 ഇവിടെ ഒരു നമ്പർ മിസ്സിങ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്പറിനൊരു ഗ്രൂപ്പിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഉണ്ടാവും ഈ നമ്പേഴ്സിന്. അപ്പോൾ ആദ്യത്തെ 3 സർക്കിളിലുള്ള നമ്പേഴ്സിൻ്റെയും, അതായത് ആദ്യത്തെ 3 വൃത്തങ്ങളിലെ നമ്പേഴ്സിൻ്റെ പ്രത്യേകതകൾ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാലാമത്തെ വൃത്തത്തിലെ ആൻസർ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.